നിങ്ങളുടെ കരങ്ങൾ നിങ്ങൾ നാശത്തിലേക്ക് ഇടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മാത്രമാണോ അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, അപ്പൊ കൂട്ടരെ ബദർ നടന്നില്ലേ, അപ്പൊ കൂട്ടരെ ഉഹുദ് നടന്നില്ലേ? നടന്നിരിക്കുന്നു സുഹൃത്തെ, ബദറും നടന്നിരിക്കുന്നു, ഉഹുദും നടന്നിരിക്കുന്നു. ഇസ്ലാമിന്റെ ആയത്തുകളെയും അടിസ്ഥാനങ്ങളെയും പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. ബദർ നടത്തിയത് പ്രവാചകൻ എന്ന വ്യക്തിയല്ല, അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹം എന്ന ഒരു സംഘടനയല്ല. അതിനപ്പുറത്ത് മദീന രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിലാണ് യുദ്ധം നടക്കുന്നത് എന്നുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ഒരു ഡിഫൻസ് വകുപ്പുള്ളതുപോലെ മദീന പട്ടണത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് അടിത്തറവാങ്ങി രാഷ്ട്രനായകന്റെ നേതൃത്വത്തിൽ ആ രാഷ്ട്ര സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നടന്ന രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ ബദറും ഉഹുദും എന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാളെടുത്ത് വ്യക്തിക്ക് വെട്ടാനും വ്യക്തിക്ക് ഹത്യ നടത്തുവാനും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അഥവാ ഒരു രാഷ്ട്രത്തിന്റെ അടിത്തറവാകുന്നത് വരെ പ്രവാചകൻ ക്ഷമിക്കുകയും ഒരു രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് അപകടം വരുത്തുന്ന സമീപനം മക്കയിലെ മുശ്രിക്കുകളുടെ ഭാഗത്തിൽ നിന്നും നിരന്തരമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ മാത്രം ആയുധമെടുക്കുകയും ചെയ്ത പ്രവാചകനെയാണ് ചരിത്രത്തിൽ നിങ്ങൾ കണ്ടെത്താൻ കഴിയുക. ഒരുപാട് പ്രവാചകന്മാർ കിടങ്ങിലേക്ക് എടുത്തെറിയപ്പെട്ടോ, ഒരുപാട് പ്രവാചകന്മാർ ശരീരത്തിലെ മാംസമായ ഭാഗങ്ങൾ ഇരുമ്പിന്റെ ചീർപ്പിനാൽ വാർത്തെടുക്കപ്പെട്ടോ, ഒരുപാട് പ്രവാചകന്മാർ നെടുകെ പിളർത്തപ്പെട്ടോ. എന്നിട്ടും എന്തുകൊണ്ട് പ്രവാചകന്മാർ ഭീരുക്കളായി അതിൽ നിന്നുകൊടുത്തു എന്ന് ചോദിച്ചാൽ അതാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയുധം എടുത്തിട്ടുണ്ടോ, അധികാരത്തിന്റെ പിൻബലത്തോടു കൂടിയാണ് എടുത്തിട്ടുള്ളത് എന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ആളുകൾ പലപ്പോഴും നമ്മളെ പാവപ്പെട്ട ചെറുപ്പക്കാരെ വീഴ്ത്താറുള്ളത് വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതിയിട്ടില്ലേ? നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഇത്താരിന്റെ എത്ര ആയത്തുകളാണ് അത് ഈ ഭീരുക്കളായ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്തു നിർത്തരുത്, എന്നിട്ട് മുന്നോട്ട് പോകണം. ഇത്താരിന്റെ ആയത്ത് മാത്രമല്ലല്ലോ, അഥവാ കട്ടവന്റെയും കട്ടവരുടെയും കൈമുറിക്കണം എന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ലേ? അതുപോലെ തന്നെ വ്യഭിചാരിയെയും വ്യഭിചാരിയെയും 100 അടി വീതം അടിക്കണം എന്നതും ഖുർആനിൽ പറഞ്ഞതല്ലേ? സക്കാത്ത് പിടിച്ചെടുക്കണം എന്നതും ഖുർആനിൽ പറഞ്ഞതല്ലേ? ഏതേത് മഹല്ലിലാണ് യഥാർത്ഥത്തിൽ ഒരു വകുപ്പ് പള്ളി പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് പള്ളി സെക്രട്ടറി, അത് കഴിഞ്ഞിട്ട് മണവാളുമായിട്ട് മറ്റൊരാൾ കട്ടവന്റെ കൈ മുറിക്കാൻ, മറ്റു ഭാഗത്ത് ഈർച്ചവാളുമായിട്ട് ഒരു കൂട്ടം കല്ലുമായിട്ട് വേറൊരാൾ എറിഞ്ഞു കൊല്ലാൻ അല്ലെങ്കിൽ 100 അടി അടിക്കുവാൻ, അതും കഴിഞ്ഞിട്ട് സക്കാത്ത് പിടിച്ചെടുക്കാൻ വേറൊരു വകുപ്പ്. ഏതേത് മഹല്ലിലാണ് നമുക്കത് കണ്ടെത്താൻ സാധിക്കുക എന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ കള്ളന്മാരില്ലാഞ്ഞിട്ടല്ലോ, വ്യഭിചാരിണികളില്ലാത്തത് കൊണ്ടല്ലോ, മറിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അഥവാ ഇസ്ലാമിന് ചില സിവിൽ നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രിമിനൽ നിയമങ്ങളുണ്ട്. ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് വ്യക്തിയല്ല, ഭരണകൂടമാണ്. കട്ടവന്റെ കൈമുറിക്കാത്തതുപോലെ, അതുപോലെ തന്നെ വ്യഭിചാരിയെ 100 അടി അടിക്കാത്തതുപോലെ യഥാർത്ഥത്തിൽ യുദ്ധത്തിലുള്ള അനുവാദവും ഇസ്ലാം വ്യക്തികൾക്ക് അനുവദിക്കുന്നില്ല എന്നും ഒരു രാഷ്ട്രത്തിന്റെ പിൻബലത്തിലാണ് അത് അരങ്ങേറേണ്ടത് എന്നുമുള്ള വ്യക്തമായ വിദ്യാഭ്യാസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, തിരികൊളുത്തുവാൻ എല്ലാവർക്കും എളുപ്പമാണ്. സഹവർത്തിത്വത്തിന്, സാഹോദര്യത്തിന്, നാനത്വത്തിന്റെ ഏകത്വം എന്ന ഉജ്ജ്വലമായ ആശയത്തിന് ഒരുപക്ഷെ തീ പടർത്തുവാൻ ഒരുപക്ഷെ ഇത് അവിവേകിക്കും സാധ്യമാണ്. പക്ഷേ പിന്നീട് എത്ര വിവേകികൾ ഉണ്ടായാലും അത് അണക്കുവാൻ സാധ്യമല്ല എന്ന ചരിത്ര വിദ്യാഭ്യാസവും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ടോ? നമ്മുടെ ആദർശ പ്രബോധനം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും മുദ്രജാതി അരിക്കാക്കാൻ ശ്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ദർശനത്തിന്റെ കാരുണ്യത്തിന്റെയും വിമോചനത്തിന്റെയും മുഖം കേരളീയ സമൂഹത്തിലേക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ എത്തിക്കുവാൻ നമ്മൾ കരുത്ത് കാണിക്കുന്നുണ്ടോ? എങ്കിൽ നാം ജാഗ്രത പാലിച്ചുകൊണ്ട് ഫാസിസത്തെ ചെറുക്കുന്നത് പോലെ തന്നെ, പ്രതിഫാസിസത്തെ വർഗീയതയെ ചെറുക്കുന്നത് പോലെ തന്നെ, പ്രതിവർഗീയതയെ തീവ്രവാദത്തെ ചെറുക്കുന്നത് പോലെ തന്നെ, പ്രതിതീവ്രവാദത്തെ ചെറുക്കുവാനുള്ള ചങ്കൂറ്റം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പാവപ്പെട്ട നിസ്വാർത്ഥരായ തീർച്ചയായിട്ടുള്ള യുവാക്കളെ സ്വകാര്യത്തിൽ വിളിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നു, വർഗീയതക്കൊരിക്കലും മതമില്ല. ഒരുപക്ഷെ തുടക്കത്തിൽ മതമുണ്ടാകാം, ഒരുപക്ഷെ മുന്നോട്ട് പോയാൽ അതിന് മതമില്ല. അതിന് മതമുണ്ടായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും നല്ല ഹൈന്ദവ മതഭക്തനായിരുന്നുവല്ലോ ഗാന്ധിജി. ഗാന്ധിജി എന്ന് പറയുന്ന ഹൈന്ദവ മതഭക്തനായ ഗാന്ധിജിക്ക് നേരെ ആദ്യമായിട്ട് വെടിയുതിർത്തതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹൈന്ദവ ഫാസിസ്റ്റുകളായിരുന്നു. നാഥുറാം ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ മതഭക്തനായ ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് ഉതിർത്തുവെങ്കിൽ യഥാർത്ഥത്തിൽ മതത്തിന് അല്ലെങ്കിൽ വർഗീയതയ്ക്ക് മതമുണ്ടായിരുന്നുവെങ്കിൽ ആ വെടിയുണ്ട ഗാന്ധിജിയുടെ നെഞ്ചിൽ തുളച്ചു കയറുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വർഗീയതയ്ക്ക് മതമില്ലെന്ന് മാത്രം
മാത്രമല്ല പലപ്പോഴും അത് മാഫിയാവൽക്കരണത്തിലേക്കാണ് എത്തിപ്പെടുക. ഒരുപക്ഷെ നാഥുറാം ഗോഡ്സെയുടെ തോക്കിന്റെ കുഴിയിൽ നിന്ന് ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കുന്ന വേഗതയേക്കാൾ വേഗത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിതീവ്രവാദികളുടെ കൈകളിൽ നിന്ന് മുസ്ലിം സമുദായം രക്ഷപ്പെടാത്ത സാഹചര്യം രൂപപ്പെട്ടിട്ടില്ലേ? നിങ്ങൾക്കറിയില്ലേ, സലീം ഹമദാനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവരുടെ ഇമാം കൗൺസിലിൽ നിന്ന് രാജിവെച്ചിട്ട് അദ്ദേഹം കൂറുമാറിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറാറുണ്ട്, ഒരു കൂറുമില്ലാതെ വിട്ടൊഴിഞ്ഞു പോകാറുമുണ്ട്. അത് കേരളത്തിലെ മതസംഘടനകളിൽ നിത്യസംഭവമാണ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ അതാണ് ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ പേരിലൊക്കെ വാളുകൊണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചാൽ എന്താണ് കേരളത്തിന്റെ അന്തരീക്ഷം? അഥവാ സലീം ഹമദാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇമാം കൗൺസിലിൽ നിന്ന് പുറത്തു പോയപ്പോൾ അദ്ദേഹത്തോട് ഇവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? വാളുകൊണ്ടാണ് പ്രതികരിച്ചത്. നിങ്ങൾക്കറിയാം, യഥാർത്ഥത്തിൽ മുസ്ലിമും വെട്ടിയാൽ അൽ ഖാതിൽ വൽ മഖ്തൂൽ ഫിന്നാർ, പരസ്പരം സംഘട്ടനത്തിലാണ് എങ്കിൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്നും അങ്ങനെ വധിക്കാൻ അനുവാദമില്ല എന്നും ഈ പറയപ്പെട്ട പ്രമാണങ്ങൾക്കപ്പുറമൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമല്ലേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം. ശത്രുക്കളുടെ അടുക്കിലേക്ക് പോകുന്ന സംഘത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാറുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ മരത്തിന്റെ കമ്പ് വെട്ടരുത്, നിങ്ങൾ മൃഗങ്ങളെ വെറുതെ വേട്ടയാടരുത്. എന്നിട്ട് പ്രവാചകൻ പറയാറുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമല്ലേ നമ്മുടെ സമൂഹം. എന്നിട്ടോ യഥാർത്ഥത്തിൽ സലീം ഹമദാനിയെ വെട്ടി, അതുകൊണ്ട് നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെയും വെട്ടി. ശത്രുവിനെ പോലും സ്ത്രീകളെ വെട്ടരുത് അല്ലെങ്കിൽ ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ പ്രതിതീവ്രവാദികൾക്ക് വിവേകത്തിന്റെ കണ്ണ് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അഥവാ ഇത്തരത്തിലുള്ള തീവ്രവാദം പിന്നീട് ഈ അർത്ഥത്തിലാണ് വികസിച്ചു വരിക എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ തെരുവിന്റെ സ്വത്യം, നമ്മുടെ നാടിന്റെ സ്വത്യം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ സമർത്ഥിത്വം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഈ അർത്ഥത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ചെറുപ്പക്കാരുമായി സംവദിക്കുവാനും ചെറുപ്പക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. മതങ്ങൾക്കിടയിൽ സംവാദം നടക്കണം, സംസാരം നടക്കണം. ഇസ്ലാമിക പ്രസ്ഥാനം ജനാധിപത്യ സംവിധാനത്തിൽ അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ പാത അനുധാവനം ചെയ്തുകൊണ്ട് അഥവാ സഹവർത്തിത്വത്തിന്റെയും സാഹചര്യത്തിന്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള തലങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സംവാദങ്ങൾ, ആരോഗ്യകരമായ ആശയ സംവാദങ്ങൾ മതസമൂഹത്തിനിടയിൽ സംഘടിപ്പിച്ചു വരുന്ന പ്രസ്ഥാനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം. ഞാൻ പറയുന്നു, മതസമൂഹം അവരുടെ വാതായനങ്ങൾ തുറന്നിടേണ്ടതുണ്ട്, തെറ്റിദ്ധാരണകൾ അകറ്റേണ്ടതുണ്ട്. ആയുധം കൊണ്ട് സംസാരിക്കുന്നതിന് പകരം ആശയത്തിന്റെ തിണ്ണവലത്തിൽ പരസ്പരം സംസാരിക്കുവാൻ അവർ സന്നദ്ധമാകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ഇതര മതസംഘടനകൾ എന്ന മുസ്ലിം മതസംഘടനകൾ ഒറ്റക്കെട്ടായി ജാഗ്രത പാലിക്കേണ്ടുന്ന അപകടകരമായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തിയത്. അഥവാ നേരത്തെ ഇവിടെ ഉണർത്തപ്പെട്ട കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പറയുന്നു, ഈ അർത്ഥത്തിൽ ഇസ്ലാമിക ആദർശത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് മുതലാളിത്ത സാമ്രാജ്യത്വത്തിനെതിരും അതുപോലെ തന്നെ ഫാസിസത്തിനെതിരും മുതലാളിത്ത സാമ്രാജ്യത്വത്തിന്റെ ഉപോൽപ്പന്നമായ ഫാസിസത്തിനെതിരും ഒറ്റക്കെട്ടായുള്ള പോരാട്ടത്തിന്റെ സമയമായിരിക്കുന്നു എന്നും ആ പോരാട്ടത്തിന്റെ പാതയിൽ ഒരു പുതിയ വഴിത്താര വെട്ടിത്തെളിയിക്കുവാൻ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ദൈവാനുഗ്രഹത്താൽ സാധിച്ചിരിക്കുന്നുവെന്നും നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ യുവത്വത്തെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ ദൈവമാർഗത്തിൽ നൽകുവാൻ സന്നദ്ധമാണ് എങ്കിൽ ഈ ആരോഗ്യകരമായ, ഈ ജനാധിപത്യപരമായ ഈ ആദർശ പോരാട്ടത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ നൽകേണ്ടതുണ്ട് എന്നുമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. മതസമുദായ സംഘടനകളിൽ നിന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും നല്ല അന്തരീക്ഷം രൂപപ്പെട്ടു വന്നപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാവരുടെയും അവബോധത്തിന്റെ അതുപോലെ തന്നെ ഉത്ബോധനത്തിന്റെ ശക്തമായ പ്രചരണത്തിന്റെ ഭാഗമായി ഈ കേരളക്കരയിലെ മനുഷ്യമക്കൾ ഒന്നടങ്കം ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ, അഥവാ ഇടത്തോട്ട് കേരളത്തെ തിരിക്കേണ്ടുന്ന ഒരു വിഭാഗം ഇങ്ങ് വലത്തോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുപോലെ തന്നെ മതസമുദായം ജാഗ്രത പാലിക്കുകയും തീവ്രവാദത്തെ ചെറുക്കുകയും സ്വന്തം അനുയായികളെ ആദർശത്തിന്റെ പടച്ചട്ടയണിഞ്ഞ് ആദർശ പ്രബോധന രംഗത്ത് അണിനിരത്തുകയും ചെയ്യേണ്ടുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ മതസംഘടനകൾ പരസ്പരം സീഡി കൊണ്ട് വൈകൃതങ്ങളെ പ്രബോധനം ചെയ്യുന്ന ഏറ്റവും വലിയ ദുര്യോഗത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നിട്ട് ഞങ്ങളോട് പലപ്പോഴും അവർ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ദീനില്ലാത്തത്, നിങ്ങൾ എന്താണ് മതം പറയാത്തത്? അവരോട് പലപ്പോഴും വളരെ വിജയത്തോടുകൂടി പറയാറുള്ളത്, അഥവാ മതം എന്ന് പറഞ്ഞാൽ കൈക്കെട്ടിന്റെയും കുനൂത്തിന്റെയും അതുപോലെ തന്നെ കയ്യാത്തലിന്റെയും ഒരുപക്ഷെ ഒരു കൈവിരലിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു മതത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്നും അതിനപ്പുറത്ത് ജീവിതത്തെ ഏകകമായി കാണുന്ന സമഗ്രമായ ദർശനമായ ഇസ്ലാമിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തെയും ഈ കാലഘട്ടത്തിന്റെ ജാഗരീയത്തിനെയും നിർണ്ണയിക്കുകയും ആ നിർണ്ണയിക്കപ്പെട്ട ജാഗരീയത്തിനെതിരെ വ്യക്തിയെ സമരസജ്ജമാക്കി ആദർശ പോരാട്ടത്തിന്റെ പാകപ്പെടുത്തുകയും ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അവരോട് ഞങ്ങൾ ഉണർത്തുവാനുള്ളത്. അങ്ങനെ പറയുന്ന ആളുകളോട് വിനയത്തോടുകൂടി പറയുന്ന ഈ ചരിത്രപരമായ ദൗത്യ നിർവഹണത്തിൽ നിങ്ങളും രംഗപ്രവേശം ചെയ്യേണ്ടതുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം അത്തരം ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നിരുത്തരവാദ
നിരുത്തരവാദപരമായ നേതൃത്വങ്ങളും വളരെ നിരുത്തരവാദമായ സമീപനങ്ങളുമാണ് പലപ്പോഴും മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരാറുള്ളത്. ഒരു സമുദായം കനത്ത വെല്ലുവിളികൾ നേരിടുമ്പോൾ സാമ്രാജ്യത്വം ഒരുപക്ഷെ ഈ രാജ്യത്തെ സംബന്ധിച്ച്